ഇതോടൊപ്പം ഇപ്പോൾ റബ്ബറിൻ്റെ കാർഷിക മേഖലയിലെ ഓരോ കാര്യത്തിന് പറയുമ്പോൾ റബ്ബറിൻ്റെയാണ് ഒരു കാര്യം പിന്നെ ഏറെ ചർച്ച ചെയ്യുന്നതാണ്. അതിനകത്ത് 250 രൂപ കേന്ദ്ര ഗവൺമെൻറ് തരാൻ വേണ്ടി സഹായിക്കും. 250 രൂപ ആക്കാൻ കേന്ദ്രത്തിന് സഹായം വേണം. കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ റബ്ബർ ടയർ കമ്പനിക്കാർ നടത്തിയിട്ടുള്ള വലിയ ഒരു ചൂഷണത്തെ പറ്റി പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നില്ല. അവിടെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പണം അനുവദിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ തോതിലാണ്, പക്ഷേ അത് വർദ്ധിപ്പിച്ചു. ഇത്രയും കാലത്തിന് ശേഷം വർദ്ധിപ്പിച്ച് രണ്ട് വർഷം കഴിഞ്ഞു, 2.5 വർഷം കഴിഞ്ഞു റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു. മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന വിലയേക്കാളും അവർക്ക് 10-15 രൂപ അധികം കിട്ടത്തക്ക വിധത്തിലുള്ളൊരു വിലയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ജീവനക്കാരുടെ DAയുടെ പ്രശ്നം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രശ്നമാണ്. DA ശരിയാണ്, ശമ്പള പരിഷ്കരണം മറ്റു പല സ്ഥലത്തും നടത്തുന്നതിന് മുമ്പ് നമ്മൾ നടത്തി. പക്ഷേ കുറച്ചു കാലമായിട്ട് DA കൊടുത്തിട്ടില്ല. DA കുറച്ചു കാലം കൊടുക്കാതിരുന്നിട്ട് വീണ്ടും ഒരുമിച്ച് കൊടുക്കുന്ന സ്ഥിതിയൊക്കെ പണ്ട് കേരളത്തിലുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലൊക്കെ താല്പര്യപൂർവ്വം തന്നെ നിൽക്കുന്നവരാണ്. ഞങ്ങളിതൊന്നും വേണ്ട, സർക്കാർ ജീവനക്കാരും വേണ്ട, ഇത്രയും സർവീസ് ഒരാൾ വേണ്ടെന്ന് പറയുന്നവരല്ല എന്നുള്ള DAയുടെ കാര്യം പ്രഖ്യാപിച്ചു. വളരെ സീരിയസ് ആയൊരു ഇഷ്യൂ ആയിരുന്നു പങ്കാളിത്ത പെൻഷൻ. പെൻഷനേ ഇല്ല എന്നുള്ളതാണ്. പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ തുക കൊണ്ടുണ്ടാക്കുന്ന പെൻഷന് യാതൊരു ഇൻകം ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ PF-ലൊക്കെ ഉള്ളവരുടെ കാര്യം നിങ്ങൾക്കറിയാം, വളരെ തുച്ഛമായിട്ട് നിങ്ങൾക്ക് തന്നെ പല പത്രപ്രവർത്തന സ്ഥാപനങ്ങളിൽ പണ്ടുണ്ടായിരുന്ന പെൻഷൻ അത് പലപ്പോഴും ഒരു സ്ഥിരതയില്ല പെൻഷൻ. അതുകൊണ്ടൊരു അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് വരണം. അതിന് ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പെൻഷൻ സ്കീമിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കളക്ട് ചെയ്ത ഫണ്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് കളക്ട് ചെയ്ത് കിട്ടണം. പുതിയൊരു സ്കീം മറ്റു പല സംസ്ഥാനങ്ങളും പൂർണ്ണമായും വിജയകരമായിട്ടില്ലെങ്കിൽ പലതും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇൻറ്റൻഷൻ സർക്കാർ ജീവനക്കാർക്ക് ഒരു അനിശ്ചിതത്വമല്ല, അവർക്കൊരു അഷ്വേർഡ് ആയിട്ടൊരു പെൻഷൻ കിട്ടുന്ന നേരത്തേക്ക് ഒരു സ്കീം വേണം എന്ന നിലയിലുള്ള കാഴ്ചപ്പാട് അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് സഹായകരമായ കാര്യം പറഞ്ഞിട്ടുണ്ട്.